ഡൽഹിയിൽ തിങ്കളാഴ്ച ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിൽ ഇടത് പാർട്ടികൾ പങ്കെടുക്കും. 15 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. DMK യോഗത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. വി ബാലഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എന്തായാലും DMK യോഗത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തമിഴ്നാട് സർക്കാർ രൂപീകരണ പശ്ചാത്തലത്തിലൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ 15 പാർട്ടികൾ പങ്കെടുക്കുന്നു എന്നുള്ളത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അവരുടെ ബലം കൂടുതൽ പ്രകടമാക്കുന്നതാണ്. ബാലു, ഉമ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യോഗത്തിൽ ഇടത് പാർട്ടികൾ പങ്കെടുക്കുന്നു എന്നതാണ്. കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ വിമർശനമായിരുന്നു കേരളത്തിൽ നിന്നുള്ള CPM നേതാക്കളും അതുപോലെ തന്നെ ഡൽഹിയിലെ CPM നേതാക്കളും ഒക്കെ ഉയർത്തിയിരുന്നത്. കാരണം പിണറായി വിജയനെതിരെ ഉയർത്തിയിരുന്ന ആരോപണങ്ങളുടെയൊക്കെ ഈ പല ആരോപണങ്ങളും രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ അതിനിശ്ചിതമായ വിമർശനമായിരുന്നു ഈ നേതാക്കളൊക്കെ ഉയർത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യ യോഗത്തിൽ ഇടത് പാർട്ടികൾ പങ്കെടുക്കുമോ എന്നത് സംബന്ധിച്ചൊരു അവ്യക്തത നിലനിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതനുസരിച്ച് CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികൾ ഈ ഇന്ത്യ സഖ്യ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. നിലവിൽ 15 പാർട്ടികളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കളെ അറിയിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് ഈ യോഗം നടക്കുന്നത്. ഇതിൽ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് എന്നിവ പങ്കെടുക്കുന്നതായിരിക്കും. ഇടത് പാർട്ടികൾ പങ്കെടുക്കുകയും ചെയ്യുന്നതായിരിക്കും. കൂടുതൽ പാർട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനായി KC വേണുഗോപാൽ പല പ്രാദേശിക പാർട്ടികളുമായി ഇതിനോടകം ചർച്ച ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇടത് പാർട്ടികൾ ഇക്കാര്യത്തിൽ അതായത് തിങ്കളാഴ്ചത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ത്യ സഖ്യത്തോടൊപ്പം അവർ ഉറച്ചു നിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.